ഹേ ഗായ്സ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ രണ്ടിൻ്റെ പർച്ചേസിന് പോകുന്നത് ഗൈസ്. കാലത്തെനിച്ചിട്ട് കഴിഞ്ഞു എന്തില്ലെങ്കിൽ കാലത്തെനിച്ചിട്ട് പോയിന് ഗൈസ്. നമ്മൾ തൊട്ടിലെട്ടുന്നതിൻ്റെവും നിൽക്കാതിൻ്റെവും രണ്ടും. അങ്ങനെ നമ്മളെ കുഞ്ഞ് ബേബി ഷോക്ക് പൊന്നെടുക്കാനുണ്ടായി. ഫസ്റ്റ് ആടെ പോയിട്ട് പൊന്നെല്ലാം എടുത്ത് സെറ്റാക്കി ഗൈസ്. അങ്ങനെ ആടുന്ന് നേരെ വണ്ടി വിട്ടത് ചോറ് വയ്ക്കാൻ. അതല്ലേ നമുക്ക് ഫസ്റ്റ് വേണ്ടത്. പഴിച്ചിട്ട് എന്ത് നടക്കലായിട്ട് ഞങ്ങൾ പോയി നോക്കുമ്പോൾ ചായൻ്റെ കടി വെച്ച പോലെയാണ് ഇവിടെ മീനെല്ലാം വെച്ചിട്ടുണ്ടത്. അത് നമ്മൾ ഈ പിക്കണിനെ ഫസ്റ്റ് ഇത്തിരി സെറ്റാക്കിയില്ല, നമ്മൾ നേരെ വയ്ക്കാൻ വിടല. അങ്ങനെ ഫസ്റ്റ് നല്ല മട്ടൻ്റെ സൂപ്പ് വന്ന ഞങ്ങൾ അത് ചൂടോടെ കുടിച്ച്. അങ്ങനെ കുടിച്ചിട്ടെല്ലാകുമ്പോഴൊക്കെ നമ്മൾ ഫുഡ് വന്ന് നല്ല മന്തിയും പിന്നെ ചട്ടിച്ചോറും. ചട്ടിച്ചോറ് ഒരു രക്ഷയില്ല, മോനെ നല്ല ഉണ്ടായി. പിന്നെ ഫിഷ്. അങ്ങനെ സമാധാനത്തിൽ പങ്ങല വേറെ നിറച്ചിട്ട് ബേക്കുമ്പോൾ കട മണിക്കൂർ 2 അങ്ങനെ ആ ടൈം അത്ര അവിടെ പോയി. പിന്നെ ഞങ്ങൾ ബേബീൻ്റെ ഷോപ്പിലേക്ക് പോയിട്ട് അവിടെ പിക്നിക്ക് കുറച്ച് സോപ്പെല്ലാം എടുക്കാനുണ്ടായി. അതെല്ലാം എടുത്തു. എനിക്ക് പിന്നെ പെണ്ണുകുഞ്ഞിൻ്റെ എന്തെങ്കിലും സാധനം കാണുമ്പോൾ കുറച്ച് വേറെ നോക്കുന്നത്. ആടുന്ന് കുറച്ച് ഐറ്റംസ് എല്ലാം എടുത്തിട്ട് നേരെ മാളിലേക്ക് പോയി ഗൈസ്. ആടെ നിങ്ങൾക്കില്ലേ കുറേ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നോക്ക് എന്നിട്ട് ചെല്ല്. കണ്ടില്ലേ ഗൈസ്, അത് നോക്കി നിങ്ങൾക്ക് ചിരിക്കാൻ വന്നിട്ടെങ്കിൽ ഓറ് കുറേ ചിരിച്ചിനാവും. അങ്ങനെ പിന്നെ അവിടെ കുറേ എല്ലാത്തിനും എടുത്തിട്ട് നോക്കിയിട്ടും വെച്ചിട്ടും കുറച്ചിട്ടും എല്ലായിട്ട് കുറച്ച് സാധനം വാങ്ങിയിട്ട് നമ്മൾ നേരെ അവിടുന്ന് നമുക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോയി നിൽക്കാനുണ്ടാകാനുള്ളത്. അത് കയറിയത് പരാഗിലേക്ക്. ആടെ കയറിയത് മാത്രം ഓർമ്മ ഉണ്ട്. അല്ല എത്ര കളക്ഷൻസ് അറിയോ. ഈ സമയം നിങ്ങൾക്ക് തന്നെ പോകണം, നല്ല ഉണ്ട്. ആടെ പുള്ളർ തിരഞ്ഞിട്ടും മറിഞ്ഞിട്ടും ഇന്നില്ലെങ്കിൽ ഭാഗ്യവശല്ല ഞങ്ങൾ ഒരു 4 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായി ഗൈസ്. അങ്ങനെ ഓരോരാൾക്കുള്ള ഐറ്റംസ് എല്ലാം എടുത്തോണ്ടുണ്ടായി. നമ്മന്നെ മാത്രം ഒന്നപ്പുറത്തെ കൊണ്ടുവന്ന് ഓരോ കളർ തീമിന് അതിലേക്ക് മാച്ചായ പാൻറ് എടുക്കാൻ ആ പീസ് എടുത്തോണ്ട് പോന്നു. എന്നിട്ട് അതിനെ വെക്കുന്നു. യാ മോനെ ചെല്ലിട്ട് കോണമില്ല. അങ്ങനെ ഒരാൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കിടാക്കോത്തപ്പുറ കരച്ചൽ ഗൈസ്. പിന്നെ ഒന്നിൻ്റെ മേലൊന്നും ഒന്നിൻ്റെ അടിയിൽ പിന്നെ ഒന്നൊന്നില്ല. എനിക്ക് ഓറ് ഫുള്ള് തല്ലും കരച്ചലുമായി. പിന്നെ അങ്ങനെ എല്ലാവരും സെറ്റാക്കിയിട്ട് എടുത്തിട്ട് അവിടുന്ന് പുറത്തേക്ക് ചെയ്യുമ്പോൾ കിർട്ടായിട്ടുണ്ടായി. പിന്നെ നേരെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാനിട്ട് ഒറ്റക്ക് കയറിയിട്ട് അവിടെ നല്ല കുലുക്കി കുടിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്ക് കയറിയിട്ട് കുറേ ഡ്രസ്സ് വലിച്ചിട്ട് നോക്കിയിട്ട് അങ്ങനെ 2-3 എടുത്ത്. പിന്നെ ഇത് പുതിനാട്ടിൻ്റെ കയ്യിലെല്ലാം കൊടുത്തിട്ട് പത്രമായിട്ട് നടത്തിക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ ഒരു ഫാൻസിക്ക് പോയിട്ട് മാലെല്ലാം നോക്കി. പിന്നെ നേരെ പൊരുക്കപ്പെട്ട് ഇപ്പം അയവായ പിന്നെ റോഡ് പറയുന്നില്ല ഗൈസ്. തെറ്റിട്ട് ഇടലോ പോയിട്ട് ലാസ്റ്റ് പൊരുക്കെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കുക, സബ്സ്ക്രൈബ് ആക്കുക, ഷെയർ ആക്കാം. ബൈ.